ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എല്ലാവർക്കും മാട്ടാ. ഓക്കെ സ്വീകരിച്ചു കേട്ടമ്മ. അപ്പടെ അമ്മ ഒരു ചോദ്യമ്മ. ചുവന്ന ഡ്രസ്സ്, ചുവന്ന പൊട്ട്, ചുവന്ന അമ്മ, മൊത്തത്തിൽ നിന്ന് ചുവന്നാണല്ലോ. അല്ല ഒരു അങ്ങനെ ഒരു ചുവന്നൊരു അമ്മ അല്ലമ്മ. അല്ല ഞാനൊരു ചോദ്യം ചോദിക്കാൻ വന്നതല്ല. ഈ ചുവന്ന ഡ്രസ്സിനെ പറ്റിയല്ല ചോദിച്ചത്. അമ്മക്ക് ചെറുപ്പത്തിൽ അന്ന് കാലത്ത് ഏത് അരിയായിരുന്നു തന്നിരുന്നത്? ഏത് അരിയായിരുന്നു അമ്മ കഴിച്ചിരുന്നത്? അരി ചോറ് വേവിച്ച് കഴിക്കുന്ന അരിയേ? അവിടെ കിട്ടുന്ന അരി, ആ ചുവന്നൊരരിയില്ല, എന്താ പറയാ, ഇന്നത്തെ കുത്തരി. അതാണോ? ഇന്നിപ്പോ അങ്ങനത്തെ ഒന്നും കിട്ടുന്നില്ല. അല്ല അമ്മ ആകത്തിലേ കഴിക്കുള്ളൂ. പക്ഷെ അമ്മേനെ കണ്ട അമ്മ നല്ല ഭക്ഷണപ്രിയളാന്ന് തോന്നിപ്പോവും. എന്നോടൊന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ട് അമ്മ അങ്ങനെ നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളാണെന്ന് കണ്ടറിയാന്ന്. അല്ലമ്മ ഈ പാചകം വെക്കുന്നവരൊക്കെ കുറച്ച് ഉരുണ്ടുണ്ടാവില്ല, എന്താ അതിന് കാരണം? ഇപ്പൊ മത്തങ്ങി ഉരുണ്ടിട്ടാണ്, ഉരുളക്കിഴങ്ങ് ഉരുണ്ടിട്ടാണ്. ഇനി ബോഡി ഷേമിങ് എന്ന് പറയരുത്. ഈ ഉരുണ്ടിട്ടുള്ളതെല്ലാം വൃത്തികെട്ടതാണോ? അല്ലല്ലോ. ഉരുണ്ടതിന് അതിൻ്റെ ഭംഗിയുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഉരുണ്ടിട്ട് എന്നുള്ളതിന് നമുക്ക് നെഗറ്റീവ് ആയിട്ട് എടുത്തോളാം. ഞാൻ പറയട്ടെ നിക്ക് അമ്മ. ഇപ്പൊ ശരിക്കും നമ്മൾ ചന്ദ്രനെ കാണുമ്പോൾ ഉരുണ്ടിട്ടല്ലേ? എപ്പോഴെങ്കിലും അങ്ങനെ അങ്ങനെ കട്ട് പീസായിട്ടൊക്കെ വരും. അത് ഓക്കെ. അത് ഉരുണ്ടിട്ടാണോ? സൂര്യൻ ഉരുണ്ടിട്ടാണോ? ഓറഞ്ച് പോലെയാണോ മുകളിൽ കാണുന്നത്? ആണല്ലോ. അപ്പൊ ഉരുണ്ടതിനൊന്നും വൃത്തികേടൊന്നും ഇല്ലല്ലോ. ഉരുണ്ട വൃത്തിയുള്ള ചുന്ദരി അമ്മയെന്നാ പറഞ്ഞു, മനസ്സിലായില്ലേ? അയ്യോ അതിനിപ്പോ എന്തിനത്ര ദേഷ്യപ്പെടുന്ന എൻ്റെ അമ്മ? അപ്പൊ ഉരുണ്ടി അമ്മ എന്താണെന്ന് ഉണ്ടാക്കാൻ പോണത്? ഒരു വെണ്ടയ്ക്ക കറിയാണ് കേട്ടോ. അപ്പൊ വെണ്ടയ്ക്ക ഞാൻ ആദ്യം തന്നെ മുറിച്ച് ഒന്ന് വാട്ടി വെച്ചതാണ്. അതമ്മ അന്ന് ചെയ്യാറുള്ളതാണല്ലോ. അല്ല അത് വെറുതെ അല്ല ആദ്യം തന്നെ എല്ലാം റെഡിയാക്കി വെക്കല്ലോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. വാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട സാധനങ്ങള്: തക്കാളി, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, തക്കാളി, ചെറിയുള്ളി ഒക്കെ കുറച്ച് മതി. വളരെ കുറച്ച് മതി. ഇതൊക്കെ കുറേശ്ശെ മതി. പിന്നെ മുളകും മല്ലി മഞ്ഞളും കൂടി വറുത്ത് അരച്ചിട്ടുള്ളതാണ്. മുളകും മല്ലി മഞ്ഞളും അതിന്റെ കൂടെ ഒരു ചെറിയ ഉള്ളി കൂട്ടി. ഒരു ചെറിയ ഉള്ളിയും കൂടി ഉണ്ട്. പിന്നെ ഉലുവ, കടുക്, ജീരകം. ഇന്ന് ഉണക്കമുളകാണ് അത് അരച്ചിട്ടിറക്കണത്. അതന്നെയാണ് അമ്മ ഉണക്കമുളകിന്റെ പരസ്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ നിൽക്കുന്നത് മൊത്തം ചോമ്പായിട്ട്. വരും. ഉലുവ, കടുക്, ജീരകം തളിക്കുക. പിന്നെ ഒരു ഇത്ര ശർക്കര, ഒരു കുറച്ച്. അത് ഇടയ്ക്ക് നമുക്ക് പാചകം വെക്കുമ്പോൾ അങ്ങനെ നക്കി നോക്കാം. ആണോ? അപ്പൊ ഞാൻ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ഏതാണ്ട് ചൂടാവാൻ വെച്ചിട്ട് ഏതാണ്ട് ചൂടായിക്കൊണ്ടിരിക്കണോ? അംബുജാക്ഷിയെ അംബുജാക്ഷിന്നോ അംബുജാന്നോ? അടി കിട്ടുന്ന നിൽക്കട്ടാ. അല്ലമ്മ എണ്ണ കളിക്കട്ടെ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അത് ഇങ്ങനെ നോക്കുമ്പോ സൂം ചെയ്ത് നമുക്ക് കൂടുതലായിട്ട് തോന്നും അല്ലേ? കുറച്ചാണ് പറയുന്നത് കാര്യമാണ്. എണ്ണ കൂടുതൽ ഉപയോഗിക്കരുത്. എല്ലാ അസുഖങ്ങൾക്കും എണ്ണയാണ് കാരണം. ചെറുപ്പത്തിലൊക്കെ കണ്ടമാനം നെയ്യ് എണ്ണയും വെണ്ണയൊക്കെ വാരി തിന്നതിൻ്റെയാണ് എൻ്റെ അമ്മയ്ക്ക് പാവം ഒന്ന് വന്നിട്ടുള്ളത് മുഴുവൻ. അല്ലെങ്കിൽ ഇതൊന്നും വരില്ല. ഞങ്ങൾക്ക് അത്യാവശ്യം വാരിക്കൂരൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ എന്തറിയോ, അത് മാത്രമല്ല ഒരു കാര്യം പറയാം. ഈ കർണാടകത്തിലെ ആൾക്കാർ നെയ്യും ചോറിലടക്കം എല്ലാം കൂടുതൽ ഉപയോഗിക്കും. സാധാരണ അങ്ങനെ വലിയ അസുഖമൊന്നും ഞാൻ കാണുന്നില്ല. ഇവിടെയാണ് എണ്ണയൊക്കെ കുറയണമെന്നുള്ളത്. അവിടെ നല്ലോണം എണ്ണയിടും. പിന്നെ മിക്കവാറും സാധനങ്ങളുടെ നെയ്യിടും. വെറും ചോറിൽ നെയ്യിട്ട് കഴിക്കില്ലേ? നെയ്യ് ദിവസം ചോറുണ്ടുമ്പോ അവരൊരു സ്പൂണ് നെയ്യിട്ടിട്ട് കഴിക്കും. പിന്നെ എണ്ണ അതെ ആവശ്യത്തിന് എണ്ണയൊക്കെ. പക്ഷെ ആ കണ്ട ആൾക്കാർക്കൊന്നും അസുഖം കണ്ടിട്ടില്ല. അങ്ങനെ അവിടെ ഇത്ര കാലം ഞാൻ അവിടെ ആയിരുന്നില്ലേ. അപ്പൊ ആ ഒരു സ്വഭാവം കൊണ്ടാണ് എന്റെ കയ്യിലൊരു ഇത്തിരി എണ്ണയൊക്കെ കൂടുതലാവുന്നത്. അത് ഇനി ഞാൻ കുറയ്ക്കാൻ നോക്കാം. നല്ലതല്ലേ? അപ്പൊ കടുക്, പിന്നെ ഒരു ഇത്ര ജീരകം, നല്ല ജീരകം. ഇനി അതിന് നീ നല്ല ജീരകം, പൊട്ട ജീരകം എന്നൊന്നും പറയണ്ട. പിന്നെ കുറച്ച് ഉലുവ, കുറേശ്ശെ അത് പൊട്ടിയതിന് ശേഷം ഇതിട്ട് കൊടുക്കാം. അപ്പം അതായി. അപ്പം ഈ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ ഒരുമിച്ചാണ്. അതൊക്കെ കുറേശ്ശെ മതി. എല്ലാം ഈ കറിക്ക് എല്ലാത്തിനും കുറേശ്ശെ മതി. ഞാൻ പിച്ചിക്കിട്ട് പറയല്ല കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യം പറയും. അതില്ല. ഇതിനിപ്പോ കുറേശ്ശെ മതി എന്ന് പറഞ്ഞാൽ അപ്പൊക്കെ എനിക്ക് മനസ്സിലായി. അതൊരു നീട്ടുവലിയുണ്ട് പോലെ. അത് വേണ്ട കേട്ടാ. അത് വേണ്ട.
നീ അങ്ങനെ കുറേശ്ശെ ആക്കണ്ട. ഇത് ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഈ കറിക്ക് ഇത്ര മതി എന്നാണ് അമ്മ ഉദ്ദേശിച്ചത്. ഇതിന് ഒരുപാട് ഉള്ളി ഇതൊന്നും വേണ്ട, അതുകൊണ്ട് പറഞ്ഞാണ്. അതിന് നീ അങ്ങോട്ട് നീറ്റ് എടുത്തിട്ട് മതി. അല്ല അമ്മ, ഇന്നലെ അമ്മ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞേ? അമ്മേനെ പോലെ ചോമ്പായിട്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത്തിരി പച്ചമുളക് എടുത്തിട്ട്, കറിവേപ്പില ഇത്തിരി പച്ചമുളക് എടുത്തിട്ട് മുഖത്ത് ഞെരണ്ടിയിട്ട് പുറത്തു പോയാൽ മതി അല്ലമ്മ. ഇതൊക്കെ പറയാൻ പാടും നമുക്ക് അല്ലമ്മ. അതൊക്കെ ഒന്നൊന്നര കോമഡിയാണ് നമ്മുടെ അല്ലമ്മ. ഞങ്ങൾ മാത്രം എന്തായാലും പറഞ്ഞു അതൊക്കെ ഭയങ്കര സീരിയസ് ആണ്. ആ അമ്മ, അമ്മേൻ്റെ നിറം വരെ ഞാൻ എന്തമ്മ ചെയ്യേണ്ടി പോകുമ്പോൾ എന്താ പറഞ്ഞിട്ട്, ഉള്ള നിറം മതിയടാ മോനെ, നിറത്തിൽ എന്താ ഉള്ളത് എന്ന് പറഞ്ഞോ. അതിന്റെ പകരം അമ്മ എന്താ പറഞ്ഞേ? എടാ ഡ്രസ്സ് മാറിയിട്ട് പോകുമ്പോൾ ഒരു കാര്യം ചെയ്യണം മോനെ, 2 പച്ചമുളക് എടുത്തിട്ട് ഒന്നുമില്ലെങ്കിൽ കടിച്ചു ചെയ്യുന്നത്, അല്ലെങ്കിൽ കവിളിൽ ഇങ്ങനെ തേക്ക്. എന്തൊരു മഹാഭാവിയാണ്. ഉള്ള നിറക്ക് ആവശ്യത്തിനുള്ള നിറക്കെ ഉണ്ട്, അതൊക്കെ മതി. അഹങ്കാരം കൂടുതൽ പാടില്ല പറഞ്ഞു. അതെന്താ പറയാത്തത്? അതിന് അഹങ്കാരം ഇല്ലാത്ത വ്യക്തിയെ നോക്കിയിട്ട് അഹങ്കാരം പാടില്ല അഹങ്കാരം പാടില്ല എന്ന് പറയുന്നത് അതന്നെ അഹങ്കാരമല്ലേ? അപ്പൊ ഞാൻ അത് പറഞ്ഞു. അപ്പൊ നീ വീണ്ടും ഇത്രയും കൂടി സുന്ദരനായിട്ട് കാണാൻ എന്താ ചെയ്യേണ്ടത്? ചോന്നിട്ട് കാണാൻ ചോദിച്ചു. മുളക് പൊടിയല്ല, പച്ചമുളക് ഞരണ്ടിയിട്ട് മുഖത്ത് തേച്ച ഒരു നീറ്റിൽ വരും മോനെ. അപ്പൊ മുഖം ഒന്ന് വെളുക്കും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പ്രത്യേക റോസ് പൗഡർ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഇത് ഇതൊക്കെ തമാശ. ഞാൻ പറഞ്ഞാൽ മാത്രം സീരിയസ്. പിന്നെ വേറെയും പറഞ്ഞു അമ്മ, ഇനിയും ചുവപ്പ് മതിയായില്ല എന്ന് പറഞ്ഞ മോനെ, പുറത്തിറങ്ങുമ്പോൾ ഗോഗൽ ഇട്ടോ കണ്ണിന്, വായിലൊരു പച്ചമുളകും കടിച്ചോ. അപ്പോൾ പെട്ടെന്നൊരു ചുവപ്പ് നിറം വരും. കണ്ണിൽ വരുന്ന വെള്ളം ആൾക്കാർ അറിയില്ല എന്നല്ല. അപ്പൊ ഇതൊന്നും ബോഡി ഷേമിങ് അല്ല. ഒരു മകൻ എന്ത് തെറ്റാ ചെയ്ത്? അമ്മയുടെ നിറം വരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ തെറ്റാണ്. അല്ല, നമുക്കൊരു നാച്ചുറൽ നിറം ഉണ്ടല്ലോ. ഇതുവരെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഷ്യൻ പെയിന്റിന്റെ പരസ്യം കാണിക്കും പോലെ അല്ലേ? നോക്കൂ, ചുമര് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും പറയും പോലെ. അപ്പോൾ ഓൾഡ് ഇസ് ഗോൾഡ് പറയുമ്പോൾ അത് നിലനിൽക്കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര നിലനിന്നോട്ടെ എന്ന് വിചാരിച്ചൊരു തെറ്റായി പോയോ അമ്മ? അപ്പോൾ പറയണം മോനെ, ഇന്ന സോപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതന്നെ മോനെ ഉപയോഗിച്ചാൽ മതി. അങ്ങനെയൊക്കെ പറഞ്ഞു തരണം. അല്ല, വേറെ വല്ല സ്പെഷ്യൽ സോപ്പോ വല്ലതുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തരണം. ഇനി അച്ഛൻ വല്ല സൗന്ദര്യം വെക്കാണത് വല്ലതും അച്ഛനും അമ്മയും മെഴുകുണ്ടോന്നൊന്നും എനിക്കറിയില്ല. കാരണം ആ അച്ഛനായാലും ശരി അമ്മയ്ക്കായാലും ശരി. നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. മല്ലി ഇത്തിരി കൂടുതലും മുളക് എരിവിനുള്ളതാണ് കേട്ടോ. മല്ലി കൂടുതലും മുളക് നമ്മുടെ ആവശ്യത്തിനുള്ള എരിവിന് വേണ്ട, അതിനുള്ളത് ഇട്ടാൽ മതി. ഇതിലിട്ടിട്ട് ഇങ്ങനെ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ 2 മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പൊ അത് അമ്മ പറയാൻ പാടുമോ? ഇതാണ് എന്റെ ചോദ്യം. പറയാൻ പാടുവോ? അതൊരു അനീതിയല്ലേ? അറിയാത്ത ചോദിക്കും അങ്ങനെ, അറിയാത്ത ചോദിക്കും അങ്ങനെ. അതിനും അമ്മ പറഞ്ഞു നിനക്ക്, അതിനും അമ്മ പറഞ്ഞിട്ടാ അറിയാത്ത ചോദിക്കുന്ന 5 വയസ്സിലാടാ പറയാ. പോത്തെ ഇത്രയും വയസ്സായിട്ട് നിനക്ക് അറിയാത്തൊക്കെ ഞാൻ പറഞ്ഞു തരുന്ന ചോദിച്ചില്ല അമ്മ. എന്നെ പോത്തേന്ന് വിളിച്ചാൽ എനിക്കല്ല വിഷമം, ആ പോത്തിന് അപമാനമായി ഉണ്ടാവും. അതറിയാം അമ്മയ്ക്ക്. കാരണം പോത്തിന്റെ അഭിമാനം ഉണ്ടാവും, എനിക്ക് എൻ്റെ അഭിമാനം ഉണ്ടാവും. അമ്മ ആ പോത്തിന് നാണം കെടുത്തില്ലേ? ശരിയാണോ അത്? ഇത് മൃഗസംരക്ഷണ വകുപ്പ് കേട്ടാ അമ്മനെ വെറുതെ വിടുവോ? പോത്തിന് അപമാനിച്ചു വന്നിട്ട് കേസെടുക്കും. ഇനി അങ്ങനെയൊക്കെയാണ് വരാൻ പോണത് കേട്ടോ. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, ആരും ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ അമ്മനെ ഞാൻ അമ്മയെന്ന് വിളിച്ചില്ലേ, വേണമെങ്കിൽ എന്റെ മുകളിൽ ബോഡി ഷേമിങ്ങിന് കേസെടുക്കാം. അമ്മ കൊടുത്താ നടക്കും. എന്റെ ദൈവമേ, നീ ഇനി അതൊന്നും ആലോചിക്കണ്ട കേട്ടമ്മാ. ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നോക്കിയിട്ട് നമുക്ക് ഇടാം. പിന്നെ നമുക്ക് എന്തായിട്ടുണ്ട്? പുളി എത്ര ആവശ്യത്തിന് പുളി വേണം അത്ര. പിന്നെ നോക്കിയിട്ട് പുളി കുറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചുകൂടി ഇടാം. എനിക്ക് പണ്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ള കറി മാത്രം ഞാൻ കൂട്ടുള്ളൂ. ഇഷ്ടമില്ലാത്ത ഒരു കറി അത് എങ്ങനെ ഉണ്ടെന്നും കൂടി ഞാൻ നോക്കാറില്ല, പരീക്ഷിച്ച് നോക്കും കൂടി ഇല്ല. ഇപ്പൊ ഈ ക്യാമറമാൻ ആയപ്പോൾ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടാ എല്ലാം ഒന്ന് നോക്കും. ചക്കപ്പേരി വെച്ച പറയാം, ഇതൊക്കെ പഴുത്തന്നെ തിന്നാ, ഇതിനാരെങ്കിലും പച്ച ഉപ്പേരി വെച്ച് കൂട്ടുമോ? അങ്ങനെയൊക്കെയാണ് പറയാ. ഇപ്പൊ എനിക്ക് എല്ലാം ഇഷ്ടമായി. കാരണം ആവശ്യത്തിന് എത്ര വെള്ളം മതി, അടച്ചു വെക്കുക. അത് തള്ളാതെ തിളക്കട്ടെ. ഈ മീനൊക്കെ തിളയ്ക്കുമ്പോ എങ്ങനെ? ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കറക്റ്റായിട്ട് മറുപടി പറയണം. നമ്മുടെ പേര് എന്താണെന്ന് അമ്മ എന്ന് പറയൂ. പറയൂ. എന്റെ പേര് നിനക്കറിയില്ലേ? എനിക്കറിയാം, എന്നാലൊന്ന് പറയൂ. എന്തിന് പറയമ്മ? എന്തിന് അത് പറയതിന് അതിന്റെ അർത്ഥം എന്താ നമുക്ക് അറിയാവുന്ന? അതിന്റെ അർത്ഥം എന്താ? എന്താണ്? അംബുജെന്ന് പറഞ്ഞ താമര, അത്ര അറിയാം. അപ്പൊ ഈ താമരയുടെ പ്രത്യേകത എന്താ?
താമര എന്താ പ്രത്യേകത? താമര എവിടെയാണ് ഉണ്ടാവുക? ചേർന്ന് അല്ലേ? ചേറിലുണ്ടാവുന്ന താമര അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും? നല്ല ഭംഗിയിൽ ഇങ്ങനെ വിരിഞ്ഞ് കണ്ണിന് നല്ല കുളിരും എന്തൊരു സൗന്ദര്യമൊക്കെ നൽകുന്ന ഒരു പൂവല്ലേ ഈ താമരപ്പൂ എന്ന് പറയുന്നത്. ലോട്ടസ് എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പൂവല്ലേ. പക്ഷെ അതിൻ്റെ വേരുകൾ മുഴുവനും ചേറിലാണ്. അതങ്ങനെ പുഴുക്കൾ ഇങ്ങനെ തിന്നുകൊണ്ടുണ്ടാവും, മീനുകൾ കുത്തിക്കൊണ്ടുണ്ടാവും, ആ വെള്ളത്തിൽ എന്തൊക്കെ ഉണ്ടാവോ അത് മുഴുവൻ അതിൻ്റെ അടിയിൽ നിന്ന് അതിനെ കാർത്ത് തിന്നുകൊണ്ടുണ്ടാവും അല്ലേ. കേക്കൂ. ഇന്നാലും താമര വിരിഞ്ഞ് നല്ല സന്തോഷമായിട്ട് തുറന്ന കണ്ണുപോലെ ഇങ്ങനെ ഇരിക്കണ്ടാവോ? എന്താണ് അതിൻ്റെ പ്രത്യേകത? ആ പേരിനും അമ്മയ്ക്കൊരു ബന്ധമുണ്ട്. അതെന്താ അറിയോ? ഇപ്പം നിങ്ങളൊക്കെ കേൾക്കണേ, ഇന്നലെ നടന്നൊരു സംഭവമാണ്. ഇന്നിങ്ങനെ പുഷ്പകുമാരി നിൽക്കും പോലെ നിൽക്കണ്ടല്ലോ. എന്നാലും ഇന്നലെ വൈകുന്നേരത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിക്കണ്ടാവുന്നത്. ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ല ഇത് പറയാനൊരു കാരണമുണ്ട് കേട്ടോ. ഇത് എനിക്ക് അനുഭവപ്പെട്ടത് ബാക്കിയുള്ളവർക്കും അനുഭവപ്പെടുമ്പോൾ അപ്പോൾ ഓരോ വ്യക്തികളുടെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാവും, അവരുടെ മഹത്വം നമുക്ക് മനസ്സിലാവും. ഇത് അമ്മയ്ക്ക് വേണ്ടി പറയല്ല, ഈ ലോകത്തുള്ള ചില നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹാർട്ട് പേഷ്യൻറ്റുകൾക്കൊക്കെ സാധാരണയായിട്ട് ഇടയ്ക്കൊരു പെയിന് വരും നെഞ്ഞിൽ. പെയിന് വന്നു കഴിഞ്ഞാൽ ഒരു ഷോൾഡർ എന്ന് പറഞ്ഞ ഒരു പുറമ്പേലൊക്കെ പെയിന് വരും. അത് പ്രത്യേകിച്ച് ഒരു ചെക്കപ്പിനെക്കാട്ടിലും ആ സമയത്ത് നമ്മൾ കഴിക്കേണ്ടത് സോർബിറ്റേറ്റ് പറഞ്ഞൊരു ടാബ്ലറ്റാണ്. അത് പലരും പലപ്പോഴും മറക്കാറുണ്ട്. ഈ ഹാർട്ടിന് അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ടാബ്ലറ്റ്സുകൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും മറക്കാതെ നിങ്ങളുടെ കയ്യിൽ കൊണ്ടു നടക്കേണ്ട ഒരു ടാബ്ലറ്റാണ്. കാരണം പെട്ടെന്നൊരു വേദന വന്നു കഴിഞ്ഞാൽ ആ നിമിഷം ഹോസ്പിറ്റലിൽ എത്തുന്ന വരെ നമ്മുടെ കാത്തുരക്ഷിക്കുക. എന്തിന് പുനർജന്മം പോലെയാണത് അല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുക, സഞ്ജീവിനി എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. പക്ഷെ പലരും ഇതില്ലാത്തത് കൊണ്ട് മാത്രം മരണപ്പെട്ടു പോയവരുണ്ട്. വീട്ടിൽ നിന്ന് അരമണിക്കൂറോ 1 മണിക്കൂറോ യാത്രയുള്ള ആൾക്കാർക്ക് ഒരു സോർബിറ്റായിട്ട് വായിലിടാൻ പറ്റാത്തത് കൊണ്ട് ഈ നെഞ്ഞിൽ പെയിൻ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കതിനെ ഒഴിഞ്ഞു മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് അതിനെ മാറ്റുകയെന്ന് പറഞ്ഞാൽ ഈ ഉമിനീര് കൂടെ നിങ്ങൾ കടന്ന് ഉള്ളിൽ പോകുമ്പോഴേക്കും ഈ സോർബിറ്റായിട്ട് ഏതാണ്ട് നിമിഷങ്ങൾക്ക് കൊണ്ട് നമ്മുടെ ആ വേദന ഇങ്ങനെ മാറ്റിത്തരും. ഇത് ഒരുപാട് പേര് നിസ്സാരമായിട്ട് കളയുന്നുണ്ട്. കാരണം നിസ്സാര പൈസയുള്ളൂ ഇതിന്. അപ്പോൾ ബാക്കിയുള്ള ഗുളികകൾ മുഴുവൻ മേടിച്ചിട്ട് പലരും ചോദിക്കും, ഈ ഗുളിക നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞാൻ ചോദിച്ചവരുണ്ട്. അവർ പറയും അത് മേടിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല പറയാം. പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യമുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരാറുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞാൽ, ഇന്നലെ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഏതാണ്ട് ഭക്ഷണം കഴിയാറാവുന്ന സമയത്ത് ഒരു നെഞ്ഞുവേദന വന്നു. ആണോ അല്ലേ? അത് വന്ന സമയത്ത് ഒന്നും മനസ്സിലാക്കിയില്ല. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മകൻ നെഞ്ഞുവേദന വന്ന സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യും? പെട്ടെന്നൊരു പേന് വന്നു, അപ്പോൾ മോനെ എനിക്കൊരു അമ്മ എനിക്കൊരു പേന് വന്നു ഞാൻ പറയും. അങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുക. അമ്മ എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ ഭക്ഷണം നിർത്തിയിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിലെന്താ തോന്നുന്നറിയോ, ഈ കഴിക്കുന്ന ഭക്ഷണം ഇവന് ഇഷ്ടമായോ, ഇവൻ ആസ്വദിച്ചാണോ കഴിക്കുന്നത്, അങ്ങനെ ഒരു നോട്ടമുണ്ടല്ലോ അമ്മയ്ക്ക്. അതുപോലെ നോക്കുകയാണ്. അമ്മയ്ക്ക് എന്തോ ഉണ്ടാക്കിയ ഭക്ഷണം നന്നല്ലേ, ഇവൻ ആസ്വദിച്ചാണോ കഴിക്കണേ, കുറച്ചും കൂടി ബാക്കിയുണ്ട്. അതങ്ങോട്ട് കഴിച്ച് വായിലെടുത്ത് അമ്മ പറയണ മോനെ കഴിച്ചു കഴിഞ്ഞാടാ മോനേന്ന് ഓടിപ്പോയിട്ട് ഗുളിക എടുത്തിട്ട് വന്നു. അപ്പോഴാണ് മനസ്സിലാവണത് അമ്മയ്ക്ക് പെയിൻ തുടങ്ങിയിട്ടുണ്ട്. എന്തൊരു അക്രമമാണ് അമ്മ. ആ അമ്മയാണ് നിങ്ങളുടെ മുമ്പത്തെ എണിച്ചിട്ട് ഇങ്ങനെ കുട്ടപ്പായിട്ട് രാവിലെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ ഉദ്ദേശം പറഞ്ഞാൽ, മകൻ ആ ഭക്ഷണം വിട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല. അത് അമ്മയ്ക്ക് വേദന വന്നു, അതുകൊണ്ട് ഗുളിക എടുക്കാൻ പോയ മകൻ തീർച്ചയായിട്ടും തിരിച്ചു വന്നിട്ട് പിന്നെ ആ ഭക്ഷണം കഴിക്കാൻ നോക്കില്ല. അപ്പോൾ പുറം വേനിക്കുണ്ടോ അത് വേനിക്കുണ്ടോ ഇത് വേനിക്കുണ്ടോ വന്നിട്ട് അമ്മേനെ നോക്കിയിരിക്കുന്നു പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു, ഒരു വായും കൂടിയല്ല അവനെ കഴിക്കാനുള്ളൂ. അതങ്ങോട്ട് കഴിച്ചോട്ടെ, അതുവരെ ഞാൻ സഹിച്ചോട്ടെ എന്ന് വിചാരിക്കും. ഒരിക്കലും ചെയ്യാൻ പാടാത്ത വലിയൊരു തെറ്റാണത്. മനസ്സിലായില്ലേ? ഇത് എപ്പോഴെങ്കിലും വിറയറായിട്ട് വരുന്ന വലിയൊരു സംഭവമൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് അങ്ങനെയുള്ള പെയിനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ അത് മാറാറുണ്ട്. അതിന് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് അങ്ങനെ ഒരു പെയിന് വരും. അല്ല, അങ്ങനെയല്ല ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ചില സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ കഴിച്ച് മാറുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെയാണ്. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പക്ഷേ ഇത് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മകനായ എനിക്കാണ് പെയിന് വന്ന് അമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ആ ഭക്ഷണം അവിടെ നിർത്തിയിട്ട് പറയും, ഓടിപ്പോയിട്ട് ഗുളിക എടുത്തിട്ട് വാങ്ങാമെന്ന് പറയില്ലേ. ഒരു അമ്മ ആയതുകൊണ്ട് മാത്രം മകൻ്റെ ഭക്ഷണത്തിന് തൻ്റെ വേദനയെക്കാളും പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. അത് അങ്ങനെയല്ല. അത് ഇവര് ഉച്ചയ്ക്ക് ഇവൻ ഭക്ഷണം ശരിക്കും കഴിച്ചില്ല. അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ നല്ല ഇതൊക്കെ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി. അപ്പോൾ അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആസ്വദിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ വേദന എന്ന് പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അല്ലെങ്കിൽ ഞാൻ എണീറ്റ് പോയിട്ട് ഗുളിക എടുക്കുകയാണെങ്കിൽ എന്താ അമ്മ എണീറ്റ് പോയി എന്ന് ചോദിക്കും. അമ്മ എന്താ എണീറ്റ് പോയി എന്ന് ചോദിക്കും. അപ്പോൾ ഭക്ഷണം ഇങ്ങനെ ഞാൻ കൈ ഇങ്ങനെ ഇട്ടിരിക്കുകയല്ലേ. അപ്പോൾ അമ്മ മെല്ലെ ചവച്ചരച്ച് കഴിക്കുന്ന സ്വഭാവമല്ലേ പറഞ്ഞിട്ട് ഇവ അങ്ങനെ വിചാരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയിട്ട് ഗുളിക എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോയാൽ അവന് മനസ്സിലാവും. അപ്പോൾ എന്താ ചോദിച്ചിട്ട് പിന്നെ അച്ഛനും മകനും രണ്ടാളും ഭക്ഷണം കഴിക്കൂല. പിന്നെ
എന്താ ഏതാ പറഞ്ഞിട്ട് പിന്നെ അവർ പിന്നെ ആ ഭക്ഷണം അങ്ങനെ വിട്ടിരിക്കും. പിന്നെ അന്നത്തെ കാര്യം അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞോട്ടെ അവൻ്റെ ഭക്ഷണം. പക്ഷെ അത് എത്ര വിഷമം എനിക്ക് ഉണ്ടാക്കി പറഞ്ഞാ അമ്മയ്ക്കവിടെ രാത്രി തുടങ്ങിയവൻ അമ്മയ്ക്കവിടെ ഇങ്ങനെ വേദന എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ സുഖമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് അമ്മയുടെയാണ്. എനിക്കത് മുഖത്ത് നോക്കിയിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ മുഖത്ത് അങ്ങനെ അറിഞ്ഞുമില്ല. ഞാൻ ഭക്ഷണത്തിന് ശ്രദ്ധിച്ച് കഴിക്കുക, തൊട്ടടുത്ത് അമ്മ ഇരിക്കുന്നുണ്ട്. അപ്പം അമ്മ അങ്ങനെ നോക്കിയപ്പോൾ അമ്മ എൻ്റെ ഭക്ഷണം കഴിയുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ അത് ആസ്വദിച്ച് കഴിക്കുകയാണോ എന്ന് നോക്കുകയാണെന്ന് മാത്രം മനസ്സിലായത്. അപ്പോൾ ഇതെനിക്ക് മനസ്സിലായില്ല. കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ആകെ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരു പേരിനെടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് തോന്നിപ്പോയി. അങ്ങനെ ഒരിക്കലും ചെയ്യരുതമ്മ, അത് വലിയൊരു തെറ്റാണ്. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അതിൻ്റെ ഒപ്പം തന്നെ ഉറപ്പായിട്ടും ദൈവത്താണ് സത്യമായിട്ട് ഒരു അമ്മമാരും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് വല്ലാത്തൊരു കുറ്റാണമ്മ. അത് മക്കൾക്കൊരു ഏറ്റവും വലിയൊരു അമ്മ തന്ന ഭക്ഷണം ഉണ്ടല്ലോ, അത് എത്ര രുചിയുണ്ടെങ്കിലും വിഷം വിഴുങ്ങിയ പോലെ ആയിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആ വേദനയെക്കാളും വലുതല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. വേണമെങ്കിൽ അമ്മ നിർബന്ധിച്ച വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കില്ലേ? ഒരിക്കലും വേദന സഹിക്കാൻ പാടില്ല. ഒന്നും സംഭവിച്ചില്ല, ദൈവം സഹായിച്ചിട്ട് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലോ അതും കൂടി ഒന്നും ആലോചിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ അമ്മമാർക്കും പറയുകയാണ്, ഇങ്ങനെയൊക്കെ ഒരു വേദന വന്ന് ഈ മക്കൾ ഭക്ഷണം കഴിച്ചോട്ടെ, അല്ലെങ്കിൽ മക്കൾക്ക് സങ്കടമാവരുത് വന്ന് ഇതൊന്നും നിങ്ങൾ ഒളിച്ചു വെക്കരുത്. അതുകൊണ്ട് തന്നെയാണ് അമ്മ പണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഖുറാനിലൊരു വാക്യമുണ്ട്, കേട്ടിട്ടുണ്ടമ്മ? എന്താ അറിയോ? സൂര്യൻ്റെ ചൂടും മാതാപിതാക്കളുടെ കോപല്ലേ, ദേഷ്യവും രണ്ടും സഹിക്കാൻ പഠിക്കണമെന്ന്. അവൻ്റെ ദേഷ്യമില്ലേ, സൂര്യൻ്റെ ചൂട് നമ്മളങ്ങനെ അമിതമായ ചൂട് വന്നാൽ നമ്മൾ സഹിക്കാൻ പറ്റാണ്ടാവില്ലേ? അതിനെ സഹിക്കാനും പഠിക്കണം. അതുപോലെ മാതാപിതാക്കളുടെ ദേഷ്യത്തിനെ ഉൾക്കൊള്ളാനും പഠിക്കണം. കാരണം എന്താണെന്നറിയോ? ഒരു ദിവസം സൂര്യൻ ഇല്ലാണ്ടായ ഈ ലോകം ഇരുട്ടിലാവും. അതുപോലെ തന്നെ ഒരു ദിവസം നിങ്ങളുടെ മാതാപിതാക്കൾ ഇല്ലാണ്ടായ നിങ്ങളുടെ ജീവിതവും ഇരുട്ടിലാവും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മകൻ അവന് വേദന വന്നാൽ തൻ്റെ അമ്മ ഭക്ഷണം കഴിക്കണോ അച്ഛൻ ഭക്ഷണം കഴിക്കണോ നോക്കില്ല. അവൻ പ്രാധാന്യം കൊടുക്കണം അവൻ്റെ അസുഖത്തിന് മാത്രമായിരിക്കും. അതുപോലെ ലോകത്ത് ഏത് ബന്ധമായാലും, പ്രത്യേകിച്ചൊരു ബന്ധം എടുത്തു പറയുന്നൊന്നുമില്ല, ലോകത്ത് പിന്നീടുണ്ടായ എത്ര വലിയ ബന്ധങ്ങളായാലും ജീവന് തുല്യമാണ് ജീവൻ എന്ന് പറഞ്ഞാലും അവർക്ക് തുല്യമായിട്ട് വേറെ ലോകത്തൊന്നുമില്ല എന്ന് പറയുന്നത് ദൃക്സാക്ഷിയാണ്. ഇന്നലെ ഈ നടന്ന ചെറിയൊരു സംഭവം കൂടി. കാരണം ഈ ചെറിയൊരു സംഭവം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറയരുതെന്ന് വിചാരിച്ചു. രാത്രി മുഴുവൻ ഞാൻ അമ്മനെ സ്വൈര്യം കെടുത്തിയിട്ടുണ്ട്, പുലർച്ചയ്ക്ക് ഞാൻ ഒരുപാട് സ്വൈര്യം കെടുത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ, ഇതുപോലെ ഭൂമിനെ സ്നേഹിക്കാൻ ഇവർക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പണ്ട് ഖുറാൻ എനിക്ക് കുറിച്ച് ഇഷ്ടപ്പെടാൻ കാരണം എന്താ പറയുക, അവിടെ ഇവിടെയൊക്കെ ഞാൻ വായിക്കാൻ കാരണം എന്താ പറഞ്ഞാൽ, ഇതിൽ ഒരുപാട് നല്ല വാക്യങ്ങൾ പറഞ്ഞിട്ട് മറ്റേത് ഗ്രന്ഥങ്ങളും പറയണതിന് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളാണ് ദൈവം, അവരങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം, മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും പാലിക്കാറില്ല. ഈ ഞാനടക്കം പാലിച്ചിട്ടില്ല. കാരണം എല്ലാ സത്യം പോലെ പറയാമല്ലോ. കാരണം സത്യങ്ങളെന്നും തുറന്നു പറയണം. അത്യാവശ്യം എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ഇത്തിരി മനോവിഷമോ കാര്യങ്ങളോ ടെൻഷനോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണം കൊണ്ട് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. എൻ്റെ അനിയൻ കാരണം കൊണ്ട് ഒരു ദുഃഖവും അവർക്ക് ഉണ്ടായിട്ടില്ല, ഒരു ദുഃഖം അവൻ കൊടുത്തിട്ടുമില്ല, അവൻ്റെ മുഖം മാടുന്ന പോലെ അവൻ സംസാരിച്ചിട്ടുമില്ല. ഞാൻ ഇന്ന് ഈ മാറിയ ഞാനായിരുന്നില്ല ഒരു കാലത്ത്. ഒരുപാട് ഞാൻ കാരണം കൊണ്ട് എൻ്റെ അമ്മയൊക്കെ ദുഃഖിച്ചിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. അതിനൊന്നും ഈ ചെറിയ പശ്ചാത്താപമോ ഈ ചെറിയ മാറ്റങ്ങളോ കൊണ്ടൊന്നും എനിക്ക് വലിയ മാറ്റങ്ങൾ വന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനേക്കാളിലും വലിയ മാറ്റങ്ങൾ ഇനിയും വരുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തന്നെ പറയുന്നു, ഈ എല്ലാ മക്കളും, ഞാനടക്കമുള്ള എല്ലാ മക്കളും അച്ഛൻ ചീത്ത പറയുമ്പോൾ ഇരട്ടി അച്ഛനെ ചീത്ത പറയും, അല്ലെങ്കിൽ അച്ഛൻ ചീത്ത പറയുമ്പോൾ തർക്കിക്കും, അമ്മ ചീത്ത പറയുമ്പോൾ തർക്കിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനു വന്നാണെന്ന് അറിയോ? യഥാർത്ഥത്തിൽ മക്കൾ ചെയ്യുന്നതിൽ സ്നേഹം കൂടുതലുണ്ടമ്മ. ആ സത്യം എന്താണെന്നറിയോ അമ്മയ്ക്ക്? അത് പറഞ്ഞുതരാം. ഓരോ മക്കളും അച്ഛനമ്മ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവരോട് ചാടിക്കളിച്ച് ഞങ്ങൾ തിരിച്ച് സംസാരിക്കും. സ്വാഭാവികമാണ്. എത്ര നന്നായിട്ട് സ്നേഹിക്കുന്ന മക്കളാണെങ്കിലും നിങ്ങൾ ശരിക്കൊന്ന് ചീത്ത പറഞ്ഞാൽ അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് തിരിച്ച് ചോദിക്കും. അതിന് എന്താ കാരണം എന്നറിയോ? ഈ ഭൂമിയിൽ നമ്മൾ എന്തെന്നെ പറഞ്ഞാലും നമ്മളെ വെറുക്കാത്ത 2 ജന്മങ്ങളാണ് അവരെന്നുള്ള ഉറപ്പ് കൊണ്ടാണ്. അതേ വേറൊരു ബന്ധത്തിനോട് നമ്മൾ പോയിട്ട് എന്തെങ്കിലും പറയുമ്പോഴേക്ക് 2 ഇരട്ടി പറഞ്ഞാൽ നീ ഞാൻ നമ്മുടെ ബന്ധം എന്നൊക്കെ അവസാനിച്ച് കടന്നു പോടാന്ന് പറയും, ഇല്ലേ? അതേ മാതാവിനോടും പിതാവിനോടും നമ്മളവർ എന്തെന്നെ പറഞ്ഞാലും, അമ്മ അങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ വായ തോന്നിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞാൽ അവർ ഞങ്ങളെ ക്ഷമിക്കുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. ആ ഉറപ്പും അമിതമായി അവരോടുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് ഓരോ മക്കളും തർക്കുത്തരങ്ങൾ പറയണത്, അവർ പറയുന്ന വാക്കിന് തിരിച്ച് മറുപടി പറയണത്, അല്ലേ? ഇത് ആയി വെന്തു. ഇനി ഈ ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലാണ്ട് ആരെങ്കിലും അത് പറയുമോ? ആർക്കെങ്കിലും അത് പറയാൻ ധൈര്യപ്പെടുമോ? അമ്മ, 100 പോലത്തെ മൃദുലമായ ബന്ധങ്ങളാണ് എല്ലാ ബന്ധങ്ങളും. നമ്മളൊരു വാക്കുകൊണ്ട് പറഞ്ഞു പോയാൽ തെറ്റി ചിതറിപ്പോകുന്ന ബന്ധങ്ങളേ ഉള്ളൂ. ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും, കൂടപ്പുറപ്പ് മുതൽ ഇനി ലോകത്ത് എന്തൊക്കെ ബന്ധങ്ങളുണ്ട്, ഒന്ന് നമ്മുടെ വാക്കൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ മാസങ്ങളോളം വർഷങ്ങളോളം ഉണ്ടാടെ നടക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിന് സാധിക്കുമോ? കറിവേപ്പില. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്
ആ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഈ വെണ്ടയ്ക്ക പിന്നെ പെട്ടെന്ന് വേവുമല്ലോ, നമ്മൾ വാട്ടുമ്പോൾ തന്നെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഇത്രയും. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്തെന്നെ നിങ്ങളെ ദ്രോഹിച്ചാലും നിങ്ങൾ മനസ്സുകൊണ്ട് ഞങ്ങളെ ശപിക്കില്ല. എന്തിന്? പണ്ടൊരു ഉദാഹരണം പറയാറുണ്ട്. ഒരമ്മയുടെ വയറ്റ് ചവിട്ടിട്ട് പോണ മകൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വയറ് വേനിച്ച അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിച്ചത് അവൻ്റെ കാലിന് വല്ലതും സംഭവിച്ചു എന്നത്ര. അവൻ്റെ കാലൊടിക്കുകയോ എൻ്റെ മകൻ്റെ വിരലും മിറ്റം മടങ്ങിയോ എന്ന് ചിന്തിക്കുന്ന ഒരു മാതാവും പിതാവിൻ്റെ ലോകത്താണ് ഞങ്ങളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ എന്തെന്നെ പറഞ്ഞാലും ഞങ്ങൾ എത്ര തന്നെ ചെയ്താലും ഞങ്ങളെ ക്ഷമിക്കുന്നൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെന്നുള്ള 100% ഉറപ്പും കൊണ്ടാണ് ഈ ലോകത്തിലെ എല്ലാ മക്കളും തിരിച്ച് ഉത്തരം നൽകുന്നത്. അവരെ ഭാര്യയോടാവട്ടെ, ഭാര്യ ഭർത്താവോടാവട്ടെ, ബാക്കിയുള്ള അവർക്ക് ജനിക്കുന്ന മക്കളോടാവട്ടെ, അത് പറയാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ അവർ ആ നിമിഷം ഇത് എത്ര മാസത്തേക്ക് നിന്നോട് മിണ്ടില്ല, അല്ലെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ മിണ്ടില്ല, വന്നിട്ട് വിട്ടുപോകും. വിട്ടുപോകാത്തൊരു സൗഭാഗ്യത്തിൻ്റെ, വിട്ടുപോകാത്തൊരു ബന്ധം നിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള നിൻ്റെ അഹങ്കാരം, അതിൻ്റെ സ്വഭാവമാണ് നീ അവർ പറയുന്ന ഓരോ വാക്കുകൾക്കും തിരിച്ച് മറുപടി തരുന്നത്. അപ്പോൾ അന്ന് ഖുറാനിൽ എഴുതി വെച്ച വാക്കുപോലെ സൂര്യൻ്റെ ചൂടും മാതാപിതാക്കളുടെ കോപവും ദേഷ്യവും ഒക്കെ ഒന്ന് സഹിക്കാൻ പഠിക്കണം. കാരണം സൂര്യൻ്റെ വെളിച്ചം ഇല്ലാണ്ടാവുമ്പോൾ ഭൂമി തന്നെ ഇരുട്ടിലാവും. ഇവരില്ലാണ്ടായാൽ നിൻ്റെ ജീവിതം തന്നെ ഇരുട്ടിലാവും എന്നുള്ള 100% സത്യമാണ്. അപ്പോൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വയസ്സാവണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം പോയി വരാനുള്ള പ്രായമൊക്കെ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 100 രൂപ ചിലവ് ചെയ്യുമ്പോൾ, അറ്റ്ലീസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണ്, ഒരു 100 രൂപ നിങ്ങൾക്ക് വേണ്ടി ചിലവ് ചെയ്യുമ്പോൾ ഒരു 10 രൂപ മേടിച്ച് ഒരൊറ്റ പരിപ്പ് വടയോ അല്ലെങ്കിൽ ഒരു ഉള്ളി ബോണ്ടെങ്കിലും മേടിച്ചു കൊണ്ടുവന്ന് അവർ കൊടുക്കുമ്പോൾ എങ്ങനെ അറിയോ, അവൻ്റെ മുഖത്തൊരു സന്തോഷം ഉണ്ടല്ലോ. നിങ്ങൾ ഒരുപാട് ആനത്തലൊന്നും കൊടുക്കണ്ട, ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ചെറുപ്പത്തിൽ നിന്നൊരു നാരങ്ങ മിഠായി ഉണ്ടാവും, അതെങ്കിലും തിരിച്ചു വരുമ്പോൾ ഓരോ ദിവസവും ചെറിയൊരു പുതിയായിട്ട് വരുമ്പോൾ അവൻ്റെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. 1 കോടി ലോട്ടറി അടിച്ചാൽ നിനക്ക് നിൻ്റെ മുഖം നോക്കിയിട്ട് കണ്ണാടിയിൽ കാണില്ല, അതിനേക്കാളുടെ സന്തോഷമായിരിക്കും അവൻ്റെ മുഖത്തത് കാണുമ്പോൾ. അപ്പോൾ ഈ ലോകത്ത് സത്യം പറഞ്ഞ അമ്മ, ലിപിയില്ലാത്ത ഒരു ഭാഷയേ ഉള്ളൂ, സ്നേഹം. അത് നൽകിയവർ നിങ്ങളാണ്. നിങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടിയവരാണ് ഞങ്ങൾ. ശരിക്കും പറയുകയാണെങ്കിൽ സ്നേഹം ഭിക്ഷ മേടിച്ച് ആ സ്നേഹം കൊണ്ട് കവിത എഴുതി ആ സ്നേഹം മറ്റുള്ളവർക്ക് നൽകിയിട്ട് നീ സ്നേഹസമ്പന്നനാണെന്ന് അവർ പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ നൽകിയ ഞങ്ങൾ പാർസൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നൽകിയ സ്നേഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ചോദിക്കാൻ മറക്കാത്തൊരു കാര്യമുണ്ട്. ഇതുപോലെ ഒരു വട്ടമല്ല, ഈ വേദന മാത്രമല്ല, പല വേദനകളും അങ്ങനെയൊക്കെ വരുമ്പോൾ ഒടിച്ച് വെച്ച് എന്തിന് നമുക്ക് സീരിയസ് ആയിട്ടായ ആ സമയത്തടക്കം എത്രയോ ദിവസം അതിനെ മറച്ച് വെച്ചവളാണ് അമ്മ. ഒരുപാട് വേദന സഹിക്കുമ്പോൾ മാത്രമേ പറയുള്ളൂ. അതുപോലെ ഇന്നലെ ചെയ്തത് അമ്മ ചെയ്തത് തെറ്റാണ്. നിങ്ങളുടെ വീട്ടിൽ വല്ല അമ്മമാരോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം ഈ വേദന എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കും, അത് എന്തായിരിക്കും പിന്നീട് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മകൻ ഒരു ഉരുള കഴിച്ചോട്ടെ വന്നിട്ട് ഒരു അമ്മയോ ഒരു അച്ഛനോ ഇരിക്കരുത്. കാരണം ആ ഉരുള കൈ കഴുകി വന്ന് വീണ്ടും ആ മകൻ കഴിച്ചോടും വിസ്പ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ അവൻ കഴിക്കാണ്ട് കടന്നോട്ടെ എന്ന് വിചാരിക്കണം. വേദന 2 മിനിറ്റ് 5 മിനിറ്റ് സഹിക്കാന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് സാധിക്കും, എന്നും അത് സാധിച്ചൊന്നും വരില്ല. മനസ്സിലായില്ലേ? ഇത് അമ്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഈ ഗ്രൂപ്പിലുള്ള എല്ലാ കുടുംബക്കാർക്കും പറയുകയാണ്, ഒരു വേദന ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മെസ്സേജ് സൂക്ഷിച്ച് എല്ലാവരും കേൾക്കണം. ഹൃദയാഘാതം അതൊക്കെ ഒരു പ്രാവശ്യം വന്നുപോയ ആൾക്കാർ, ഒരുപാട് വിലപിടിപ്പുള്ള ഇഷ്ടംപോലെ മരുന്നുകളുണ്ടാവും. പക്ഷേ ഈ സോർബിറ്റേറ്റ് പറഞ്ഞൊരു ഗുളിക മാത്രം നിങ്ങൾ എടുത്തു വയ്ക്കാൻ മറക്കരുത്. അത് എടുത്തു വെക്കാത്തത് കൊണ്ട് മാത്രം ജീവൻ വെടിഞ്ഞ് ഞങ്ങളുടെ അടുത്തുനിന്ന് വിട്ടുപോയ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ നിമിഷം ഡോക്ടർ പറഞ്ഞു അതാണ്, ആ നിമിഷം വായിൽ നിങ്ങൾ വേറൊന്നും ചെയ്യുന്നേക്കാളും നല്ലത് നാക്കിൻ്റെ ഇടയിൽ ആ ഗുളിക വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബൈ ചാൻസ് ഒന്ന് രക്ഷപ്പെടുത്താമായിരുന്നു എന്ന്. അതുകൊണ്ട് ഈ ഒരു ഗുളിക മേടിച്ചു വയ്ക്കാൻ ഹൃദ്രോഗികളായ ആരും മറക്കരുത്, അല്ലേ? അപ്പോൾ അമ്മയുടെ കംപ്ലയിൻ്റ് ഏറ്റെടുത്ത് ഈ അമ്മയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെസ്സേജിലൂടെ അറിയിച്ച്, ശരിക്കും പറഞ്ഞാൽ ഒരു ശാസനം എന്ന് വെച്ചാൽ അത് വേണം. കാരണം എന്താ പറഞ്ഞാൽ തെറ്റ് ചെയ്ത വയസ്സിന് മൂത്തവരാണെങ്കിലും വയസ്സിന് ചെറിയവരാണെങ്കിലും ആ തെറ്റ് തിരുത്തണം എന്നുള്ളതൊന്ന് ശരിയാണ്. നിങ്ങൾ ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യാണ്ടിരിക്കുക. മക്കൾ തിന്നോട്ടെ, മക്കൾ കടന്നോട്ടെ എന്ന് മാത്രമല്ല, നിങ്ങളും ജീവിക്കുക, നിങ്ങളും ആസ്വദിക്കുക, നിങ്ങളും സന്തോഷിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ മക്കളും സന്തോഷിച്ചോട്ടെ. അല്ലെങ്കിൽ അവർ മാത്രം സന്തോഷിച്ച് അവർ സന്തോഷമായിട്ടിരിക്കും. വേദന അനുഭവിക്കാൻ മാത്രമുള്ളതിൻ്റെ പേരല്ല അച്ഛനും അമ്മയും എന്നുള്ള ചിന്ത നിങ്ങൾക്കും ഉണ്ടാവണം. എന്നാലേ നിങ്ങളുടെ മക്കൾക്കും ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ജീവിതം ഉള്ള നിമിഷം ആസ്വദിക്കുക, സന്തോഷിക്കുക, സന്തോഷമായിരിക്കുക, അല്ലമ്മ? അപ്പോൾ നാളത്തെ കംപ്ലൈൻറ്റിലുള്ളത് നമുക്ക് കിട്ടും. ഒരുക്കി വെച്ചല്ലോ. സോറി, ഇന്നത്തെ കംപ്ലൈൻറ്റിലുള്ളത് നമുക്ക് കിട്ടും. ഇതാണ് ഇന്നത്തെ വെണ്ടയ്ക്ക കറി.
ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പരിപ്പൊക്കെ ഇട്ട് നമ്മൾ വെക്കുന്നേക്കാളും ഒരു ടേസ്റ്റാണിത്. എനിക്കിഷ്ടമാണ്. ഇതിൽ പരിപ്പ് ഇട്ട് വെച്ചാൽ എന്താ കുഴപ്പം? അല്ല, അത് സാമ്പാറാവും. സാമ്പാറല്ലല്ലോ. ദിസ് ഈസ് നോട്ട് സാമ്പാർ. അത് പറഞ്ഞാൽ മതി. മലയാളം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇന്നിപ്പോ ഇതിന് ഞാൻ ഇതിലേക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുക, വേറെ ഒന്നുമില്ല. മതി. ഇന്നിപ്പോ മീൻ വന്നപ്പോ എന്താണ് വാള, പിന്നെന്താണ് സിലോപ്പിയ, അതൊക്കെ വന്ന്. അതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ട് അത് മേടിച്ചില്ല. അപ്പൊ പിന്നെ മുട്ട പറിച്ച് കൊടുക്കാം. ഓക്കെ, ഇതന്നെ ഉള്ളൂ. പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ മെസ്സേജിൽ നിങ്ങൾ ഇത് നോക്കിയിട്ട് ഇട്ടോളൂ, ഇത് അമ്മ ചെയ്തത് ശരിയാണോ. ഇനി അഥവാ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്നും ചിന്തിക്കൂ. എനിക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നല്ലത് മാത്രം പറയല്ല, ചില പരാതികളും നമുക്ക് പറയേണ്ടി വരും. പറയേണ്ട സമയത്ത് പറയേണ്ട ആൾക്കാർക്ക് പറഞ്ഞേ പറ്റൂ. അപ്പോൾ കംപ്ലൈൻറ്റുകളും കൂടി പറയാനും കേൾക്കാനും ഒക്കെയാണ് അവരുള്ളത്. അതിനോട് വെറും നമ്മുടെ സന്തോഷം മാത്രം പങ്കിട്ടാൽ പോരാ, ഇത്തിരി സങ്കടങ്ങളും പങ്കിടണം. അപ്പോൾ ഞാൻ ഇന്നലെ മുഴുവനും ഇത് കേട്ടിട്ട് അമ്മേനെ ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. അല്ലമ്മ? അപ്പോൾ എല്ലാവർക്കും ബൈ.